ഹായ് എവരിവൺ, വീണ്ടും ഒരു അനദർ വീക്കെൻഡാണേ. അപ്പോൾ ഈ സിറ്റിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് ലിഡിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴി നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് പോകുമെന്ന് കരുതി. ഈ സിറ്റിയുടെ പേര് ഹാബോൺ എന്നാണ്. ഇവിടെ ഗോവണയൊക്കെ കൊടുത്തൊരു സംഭവം ഇരിക്കണ്ടേ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റി ടോട്ടലി നല്ലൊരു വ്യൂവിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ താഴത്ത് വശം കയറി പോകുന്ന ഭാഗത്ത് ഇവിടെ മൊത്തം വുഡാണ് കൊടുത്തേക്കുന്നത്. വുഡ് വെച്ചാണ് ഇത് മിക്കതും പണിതാക്കുന്നത്. നൈസ് വ്യൂ ആണല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ റോഡുകളിൽ കൂടി വണ്ടിയൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഇതൊരു ഹില്ലുകളുടെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രദേശം ഇരിക്കുന്നത്. ബട്ട് ആ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം കൂട്ടമായിട്ടാണ് വീടുകളുള്ളത്. അത് നമ്മൾ കാണാൻ വേണ്ടി പറ്റും ഈ വ്യൂവിൽ. നദികളൊക്കെ ഒഴുകണം വളരെ ഹൈജീനിക്കായിട്ടാണ്. കാരണം വേസ്റ്റുകളൊക്കെ എല്ലാം പിന്നുകളിലാണ് നിക്ഷേപിക്കാൻ പാടുള്ളത്. ചെറിയൊരു പേപ്പർ പോലും താഴ്ത്തിടാൻ പാടില്ല. അത് കാരണം ആ ഒരു പ്രദേശം കാണാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലോങ് വ്യൂ ആണെങ്കിലും അടുത്തൂടെയൊക്കെ പോകുന്ന പല വീഡിയോസിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു ഹൈജീനിക്കായിരിക്കും മിക്ക പ്രദേശങ്ങളും. യൂറോപ്പിലെ പല ഭാഗങ്ങളെടുത്താലും നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും. കാരണം ഒരു ടെറിട്ടറി ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് കുറേ വീടുകളുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ കിലോമീറ്ററുകൾ കഴിയണം അടുത്ത ഒരു കൂട്ടമായിട്ടുള്ള ഒരു വീട് കാണണമെങ്കിൽ. ഇവിടെ ഇരിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ പിള്ളേർ സെറ്റൊക്കെ എപ്പോഴും ഇറങ്ങി കിടക്കണമെന്ന് തോന്നും. കാരണം ഒരുപാട് എഴുത്തുമ്പോഴത്തൊക്കെ പലകയിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ അവസാനം നടന്ന് ആ സിറ്റിയിലെത്തി. സിറ്റിയിൽ ആ താഴത്തേക്ക് ഇറങ്ങിയാലാണ് പ്രോപ്പറായിട്ട് പ്ലേസിലേക്ക് എത്തുള്ളൂ. കുത്തനെയുള്ള ഇറക്കമാണത്. നല്ല അത്യാവശ്യം നല്ല കുത്തനായിട്ടാണ് ഇറക്കം നിൽക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് കിലോമീറ്റർ സ്പീഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 30 കിലോമീറ്റർ സ്പീഡ്. ഞാൻ ഈ ഷോപ്പിലേക്ക് പോകുന്ന വഴി 2-3 കാറിൻ്റെ ഷോറൂമൊക്കെ കണ്ട്. ഓൾറെഡി ഇങ്ങനെ ഒരു സിറ്റിയിലുണ്ടാവും കാറിൻ്റെ ഷോറൂമൊക്കെ. ഓഡിയുടെ ഷോറൂമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നടന്ന് ഞാൻ അവസാനം ലിഡിലെത്തി. ലിഡിലെത്തിയപ്പോഴത്തേക്കും ഈ ബോർഡും ഉണ്ട്. ഇവിടെ ഇലക്ഷൻ എന്തുകൊണ്ട് അപ്പോൾ ഇവർ ഒരു 6 ആഴ്ച മുമ്പേ ഇതേപോലെ ബോർഡ് വെക്കും ഇലക്ഷൻ്റെ ടൈം. ആഫ്റ്റർ ഇലക്ഷൻ 1 അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ ബോർഡൊക്കെ എടുത്ത് മാറ്റിയേക്കണം, റിമൂവ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. യൂറോപ്പിലെ ഓൾമോസ്റ്റ് പ്ലേസുകളിലും ലിഡിലെ അതേപോലെയുള്ള ഷോപ്പിംഗ് ചെയ്യുന്ന പ്ലേസുകളിൽ ഇതേപോലത്തെ റീസൈക്ലിംഗ് മിറ്റ് ഉണ്ടാവും. നമ്മൾ അതിലേക്ക് ഇതേപോലെ ബോട്ടിലുകൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 15 സെൻറ്റൊക്കെ കിട്ടും. അത് കിട്ടണ ഒരു സ്ലിപ്പായിട്ടായിരിക്കും കിട്ടണം. ആ സ്ലിപ്പായിട്ട് ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ് വരും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് ആളുകളും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിഡക്റ്റ് ചെയ്യണമെന്ന് ചെയ്യണത് മാക്സിമം. അപ്പോൾ ഇതൊരു പ്രദേശം തന്നെ വൃത്തിഹീനമാകാത്ത വിധത്തിൽ ഹൈജീനിക്കായിട്ട് നിൽക്കും. ഞാനൊരു ചെറിയ പർച്ചേസ് ചെയ്തുള്ളൂ. എനിക്കൊരു 1 വീക്കിലേക്കുള്ള സാധനം മതിയായിരുന്നു. അത് ഞാൻ പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ജാഗോർ ഉണ്ട്, അടിപൊളി ഒരു ജാഗോർ. ഇതിൻ്റെ ജനനം 1999 സ്റ്റോപ്പ് ചെയ്തതാണ് ഇവന്. പിന്നെ നോർമൽ പ്രൈസ് ഇന്ന് 6,000 യൂറോ തൊട്ട് 30,000 യൂറോ വരെ ഉണ്ട്. ഇവിടുത്തെ ചില വീടുകളിലെ മതിലുകൾ കെട്ടിയേക്കണം വളരെ രസമാണ്. ഇതേപോലെ കമ്പി വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കരിങ്കല്ല് നിറച്ച് വെക്കും. വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. അതേപോലെ തന്നെ ഇത്തിരി മനോഹരമായിട്ടും തോന്നും നമ്മൾ കാണുമ്പോഴത്തേക്കും. തിരിച്ച് ട്രക്കിലേക്ക് പോകുന്ന വഴി ഇരുട്ടായി, സന്ധ്യ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വ്യൂ എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. ആ ഒരു റീജിയൻ കാണാൻ വേണ്ടി കൊള്ളാം, നല്ല മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് വണ്ടി
ഇവിടെ വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നത്. നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ബൈ.